ഇനി ഈ തവണത്തെ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പം അന്ന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ഒട്ടും നമ്മൾ പറയുന്ന ഒരു കോഡിയൽ രീതിയിലായിരുന്നില്ല ഈ തവണത്തെ ഇൻ്റർവ്യൂ പോയിരുന്നത്. എൻ്റെ ബോർഡ് സുമൻ മാമിൻ്റെ ബോർഡായിരുന്നു. കൂടുതലായിട്ടും ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിന് പേര് കേട്ട ബോർഡാണ്. അതേ രീതിയിൽ തന്നെയാണ് എൻ്റെ ഇൻ്റർവ്യൂവും പോയത്. അനവധി ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ സമയം ചോദിച്ചിരുന്നു ഒരു ക്വസ്റ്റ്യന്, ക്യാൻ ഐ തിങ്ക് ഫോർ എ മൊമെൻ്റ് എന്ന് ചോദിച്ചപ്പം നോ വി കാൻ പ്രൊവൈഡ് യു ടൈം ഫോർ തിങ്കിങ്. ഇതൊക്കെ എനിക്ക് ടോട്ടലി പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല ഒട്ടനവധി സമയങ്ങളിൽ സ്ട്രെസ് ഇൻ്റർവ്യൂ വളരെ പീക്കിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇല്ല, വി ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ട്രൂ, ദിസ് ഇസ് ഫോൾസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള അനവധി സ്ട്രെസ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, നമ്മൾ വിചാരിച്ച രീതിയിലല്ല ഇൻ്റർവ്യൂ പോകുന്നത്. പക്ഷേ ഞാൻ അവിടെ ഒരിക്കലും കാണിച്ചിട്ടില്ല. ബോർഡിൻ്റെ മുമ്പിൽ ആ ഒരു പെർപ്ലെക്സ് സിറ്റുവേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. ഐ ട്രൈ ടു മെയിൻറ്റെയിൻ മൈ കാം ആൻഡ് കമ്പോഷർ. കാരണം ഈ സമയത്ത് നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ മഹേഷ് സാർ ആണെങ്കിലും പറയാറുള്ളൊരു കാര്യം അതാണ്, നമ്മളോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഇല്ലാതെയാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ട്രൈയിങ് ടു ടെസ്റ്റ് അവർ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ പെരുമാറിയത്. മാക്സിമം നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ പക്വതയോടെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഏറ്റവും അവസാനം മാർക്ക് വന്നു കഴിയുമ്പം അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്, ബോർഡ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്ട്രെസ് സിറ്റുവേഷനോട് പെരുമാറുന്നത്, എത്രത്തോളം സ്ട്രക്ചേർഡ് ആണ് നമ്മുടെ ആൻസേഴ്സ്, എത്രത്തോളം മെച്ചുവേർഡ് ആണ് നമ്മുടെ റെസ്പോൺസസ്, ഇതൊക്കെ തന്നെയാണ് ബോർഡ് നോക്കുന്നത്. കാരണം എനിക്ക് 195 ആണ് ഈ തവണത്തെ ഇൻ്റർവ്യൂവിന് ലഭിച്ചത്. ബോർഡ് തന്നതിൽ വെച്ച് വൺ ഓഫ് ദ ഹയസ്റ്റ് മാർക്സ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ പേഴ്സണാലിറ്റി തന്നെയാണ് ആ ടെസ്റ്റിൽ തീർച്ചയായിട്ടും